ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ താറുമാറായി കിടക്കുന്ന കൂട്ടുംവാതുക്കൽ കുന്നത്താലംമൂട് റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുപ്പള്ളി യൂണിറ്റ് വടക്കേ ആഞ്ഞിലിമൂടിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സൂചനാ സമരം മാത്രമാണ് നടത്തിയതെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ വിഷയത്തെ ഗൗരവമായി കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. കൂട്ടുംവാതുക്കൽ കുന്നത്താലംമൂട് റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുപ്പള്ളി യൂണിറ്റ് വടക്കേ ആഞ്ഞിലിമൂടിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വടക്കേ ആഞ്ഞിലിമൂട്ടിലോട്ടും അതുപോലെ തന്നെ കായംകുളം പട്ടണത്തിലോട്ടും ഓച്ചിറയിലോട്ടും ഈ റോഡിന്റെ അവസ്ഥ റോഡിന്റെ ഹൃദയമായ വടക്കേ പടിഭാഗത്തെ വെള്ളക്കെട്ടിന്റെ അവസ്ഥയാണ്. നിരവധി തവണ അധികാര വർഗങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടും അവർ കണ്ടില്ല എന്നടിക്കുന്ന സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഇത്തരമൊരു പ്രതിഷേധ സമരത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ട സാഹചര്യം വന്നത്. മഴക്കാലമാണ്, നമുക്കറിയാം. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇടിപിടിയും നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ റോഡിന്റെ നിർമ്മാണമായിട്ട് ചെയ്യണമെന്നല്ല നമ്മൾ ആവുന്നത്. ഈ അവസ്ഥയ്ക്ക് അടിയന്തരം യുദ്ധകാലാടിസ്ഥാനം കണ്ടുകൊണ്ട് യാത്രാ തടസ്സം മാറ്റുക എന്നുള്ളതാണ്. നിരവധി കാൽനട യാത്രക്കാർ, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ, സൈക്കിളിലും സ്കൂൾ ബസ്സിലടക്കം പോകുന്നവരും ടൂ വീലർ യാത്രക്കാരൊക്കെ കുറച്ച് ദിവസങ്ങളായി ഈ വെള്ളക്കെട്ടിൽ ഇതിന്റെ അറിയാതെ വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് അടിയന്തരമായ അധികാരവർഗ്ഗങ്ങൾ കണ്ണടിക്കുകയാണെങ്കിൽ ശക്തമായ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. ജയ് KVS, ജയ് വ്യാപാർ. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ദേവികുളങ്ങരയുടെ തീരദേശ വാർഡുകളിൽ നിന്നും ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ വടക്കേ ആഞ്ഞിലിമൂട്, കായംകുളം, ഓച്ചിറ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്ന പ്രധാന റോഡാണിത്. നിരവധി യാത്രക്കാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, ഇരുചക്രവാഹന യാത്രക്കാർ അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. എന്നാൽ ഇരുചക്രവാഹന യാത്രക്കാരടക്കം വെള്ളക്കെട്ടിൽ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. നിരവധി പേരുടെ മൊബൈൽ ഫോൺ, മാല എന്നിവയും അപകടത്തിൽപ്പെട്ട് നഷ്ടമായിട്ടുണ്ട്. മൺസൂൺ കാലത്ത് റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണം എന്നതിനേക്കാൾ ഉപരി അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ജനങ്ങൾക്ക് പ്രയോജനകരമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ സമരത്തിന് യൂണിറ്റ് പ്രസിഡന്റ് ധനേഷ് കൃഷ്ണ, മറ്റ് ഭാരവാഹികളായ ഷാജി കെ, അഭിലാഷ് തങ്കപ്പൻ, ബിനീഷ് വിജയൻ, വൈജു അശോകൻ, രാജു, അഭിലാഷ്, വാവാച്ചൻ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.